ഒരുപാട് മഴയുള്ള വർഷങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ കൂടുതൽ വർഷം ചിലപ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ നവംബറിലടക്കം നമുക്ക് മഴ കിട്ടുന്നതായിട്ട് കാണാം. നവംബർ ഡിസംബറിലൊക്കെ മഴ കിട്ടുന്നതായിട്ട് കാണാം. ഇങ്ങനെ വരുന്ന വർഷങ്ങളിൽ നമുക്ക് മാങ്ങ തീരെ ഉണ്ടാവില്ല, 1-2 കൊമ്പുകൾ മാത്രം പൂത്ത് നിൽക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ നനച്ചു കൊടുക്കുന്ന സമയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ കഴിഞ്ഞു വരുന്ന ഈ ഒക്ടോബർ കഴിഞ്ഞു വരുന്ന മഴ കഴിഞ്ഞു വരുന്ന സമയങ്ങളിൽ നനയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 15-20 ദിവസത്തോളം ഒന്നും നനയ്ക്കാതെ നമ്മൾ മാവിൻ്റെ കടവശം ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന വിധത്തിലാണ് നമ്മൾ മാവ് ചെയ്യേണ്ടത്. അപ്പോൾ നനയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നനയ്ക്കാതിരിക്കുക. പിന്നെ മാവിന് വരുന്ന പല രോഗങ്ങളും മാവിലെ പൂക്കൾ വരുന്നത് തടയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ കണ്ടില്ലേ, ഇതിപ്പോൾ മാവിൻ്റെ കൂമ്പ് ഇതുപോലെ കരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. ഇതൊരു സൈസ് ഫംഗൽ കേടാണ്. അപ്പോൾ ഇതിന് മരുന്നടിച്ച് നല്ലതുപോലെ നമുക്ക് ആ ഇലകൾ ഫുള്ളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ കരിച്ചിലൊന്നും ഇല്ലാതെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൂക്കൾ വരും. ഇതിന് പ്രതിവിധിയായിട്ട് നല്ലൊരു മരുന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പരിഹാരമായിരിക്കും ചെയ്യും, മാവുകൾ പൂക്കുകയും ചെയ്യും. പിന്നെ ഇല കരിച്ചിൽ മാത്രമല്ല ചില